ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം അവലും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവല് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അവല് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വറുക്കാണ്ട് തന്നെ നമുക്കിതുപോലെ പൊടിച്ചിട്ടെടുക്കാം. വല്ലാണ്ട് ഫൈനാവാതെ ചെറിയൊരു തരിയോടെ വേണം നമുക്ക് അവല് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ അതാ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് അവല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അവലും പഴവും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ഉണ്ടകളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് ഓരോ കുഴിയിലും ഈ ഉണ്ടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ ആദ്യം വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇഡ്ഡലി തട്ടും ഈ ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വെറും 15 മിനിറ്റിൽ നേന്ത്രപ്പഴം അവലും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയും കൂടിയാണ്. നിങ്ങളെല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് എത്രമാത്രം സോഫ്റ്റാണെന്ന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.